പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് പൂർണ്ണമായി നൽകുന്നു. അമ്മേ മാതാവേ, നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തകർന്ന ഹൃദയവുമായി ഞങ്ങളിതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, മരുന്നിൻ്റെ അലർജി മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുമക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. ഒരു മരുന്നിൻ്റെയും സഹായം കൂടാതെ തന്നെ ആ മക്കളെ അമ്മ സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കണ്ണീരോടെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടഭാരത്താൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. കടങ്ങൾ ഒന്നൊന്നായി തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. തൊഴിലിനായി അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ, വർക്ക് വിസയൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അത്ഭുതമായി, അടയാളമായി അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ സ്വന്തമാക്കുവാൻ തക്കവിധം അവരുടെ ജീവിതത്തെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തണമേ. ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജന്തു ജീവജാലങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് കണ്ണീരോടെ ഓടിയണഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ആഗ്രഹങ്ങളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. ആ മക്കൾക്ക് വേണ്ടി അമ്മ ഇടവിടാതെ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നുവരെയും ഈ ഭൂമിയിൽ അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബ സമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും വിലാപം നിറഞ്ഞ കണ്ണുനീരും വേദനകളും അമ്മ കാണണമേ. അവരുടെ ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആ മക്കളെ അമ്മ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ ആകുലതകളുടെ മേൽ, അവരുടെ സങ്കടങ്ങളുടെ മേൽ, അവരുടെ ജീവിത പ്രയാസങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ അനേകം മക്കളോട് അമ്മയെപ്പറ്റി പറയുമ്പോൾ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ആ മക്കളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഇതാ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പാതയിൽ ഒരു പ്രകാശമായ അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മ മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ.
പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ദുഃഖങ്ങൾ അമ്മ അറിയണമേ. അവരുടെ വേദനകളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. മക്കളെക്കുറിച്ച് ആകുലതപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട്. പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുടുംബ സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ട്. ആരോടും പറയാതെ ഉള്ളിലൊതുക്കി നെഞ്ചു നേരെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും മൗനമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മ മാതാവ് നമ്മെ സഹായിക്കും. നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കും. എന്തെന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ കുറവുകളോ നമ്മുടെ തെറ്റുകളോ നമ്മുടെ പാപങ്ങളോ ഒന്നും നോക്കാതെ അവിടുന്ന് നമ്മെ സഹായിക്കും. വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സങ്കടങ്ങൾ എന്തു തന്നെയാണെങ്കിലും മൗനമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിന്റെ മക്കളിതാ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളിൽ ഇടപെടണമേ. അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അമ്മേ മാതാവേ, ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.